പക്ഷേ ഇന്ത്യ ചൈന യുദ്ധം 62-ൽ അതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളില്ലായിരുന്നു. എന്നാൽ 2020-ൽ നമുക്ക് ഡോക്ലാൻ സംഘർഷവും ഗാൽവാൻ സംഘർഷവും ഉണ്ടായി. എങ്കിലും പ്രത്യക്ഷത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളില്ലാത്ത രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനേക്കാൾ ഭേദമാണ് ചൈന എന്ന് നമ്മൾ പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് വ്യാപാര കരാർ അടക്കമുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ചൈന വലിയ രീതിയിൽ നമ്മളെ സഹകരിക്കുന്നു. അവിടെ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് മോദിയെ ക്ഷണിക്കുന്നു. അവിടെ മോദിക്ക് വലിയ സ്വീകരണം ഒരുക്കുന്നു. അപ്പോൾ വലിയൊരു സൗഹൃദ മനോഭാവമാണ് നമ്മുടെ അതിർത്തി രാജ്യമായ ചൈന ഇന്ത്യയിലോട് കാണിക്കുന്നത്. പക്ഷേ പലരും വിലയിരുത്തുന്നു ചൈനയെ നമ്പരുത്, നമ്പിയാൽ അവൻ ചതിക്കും. അങ്ങനെ പറയുന്നതിൽ വാസ്തവമുണ്ടോ? അനുഭവമാണല്ലോ ഗുരു. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. ചൈനയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ചൈനയുടെ സാമ്രാജ്യത്വ മോഹം എന്ന് പറയുന്നത് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ അതിർത്തിയിൽ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചൈനയ്ക്ക് കൃത്യമായ താല്പര്യമുണ്ട്. ഇപ്പം സിക്കിം, ഭൂട്ടാൻ, നേപ്പാൾ, പിന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങൾ മുഴുവൻ ചൈന കണ്ണുവച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. എന്ന് മാത്രമല്ല, സിക്കിം ഇന്ത്യയിൽ ചേർന്നത്, സിക്കിം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു സമ്മർദ്ദത്തിൻ്റെയും ഒരു സൈനിക നടപടിയുടെയും ഭാഗമായിട്ടല്ല സിക്കിം ഇന്ത്യൻ സ്റ്റേറ്റായി മാറിയത്. അവിടുത്തെ ജനങ്ങളുടെ ഇച്ഛയും അവിടുത്തെ ആൾക്കാരുടെ താല്പര്യവും കൊണ്ട് മാത്രമാണ്. അല്ലാതെ അതിനകത്ത് യാതൊരു വിധമായ സൈനിക നടപടികളോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമോ ആ ജനതയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമോ ഒന്നും ഇന്ത്യ ഒരിക്കലും ചെയ്തിട്ടില്ല. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ, ഭൂട്ടാനായാലും നേപ്പാളായാലും, ഇവിടെയൊക്കെ ചൈനയ്ക്ക് കൃത്യമായ കണ്ണുകളുള്ള സ്ഥലങ്ങളാണ്. ഇത് ഇന്ത്യയുമായിട്ടാണ് ഈ രാജ്യങ്ങൾ മുഴുവൻ വലിയ സൗഹൃദം പുലർത്തിയിരുന്നത്. ഇപ്പം നേപ്പാളാണെങ്കിലും ഭൂട്ടാനാണെങ്കിലും ഒക്കെ ഇന്ത്യൻ സ്റ്റേറ്റുകളെ പോലെ തന്നെയാണ് അവർ പെരുമാറിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ സ്ഥിതിക്കെല്ലാം ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നേപ്പാൾ ഭരണകൂടം എന്ന് പറയുന്നത് ചൈനയ്ക്ക് അനുകൂലമായ നിലപാടാണ് പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നത്. ഭൂട്ടാനിലുമൊക്കെ ഇന്ത്യക്കെതിരായ വികാരങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെടുകയാണ്, ഇവിടെ അവകാശപ്പെടുകയാണ്. ഇതിങ്ങനെ നിലനിൽക്കുകയാണ്. ഇത്ര ഭൂട്ടാന്റെയും നേപ്പാളിന്റെയും കാര്യം മാത്രമല്ല, മാലദ്വീപ്, ശ്രീലങ്ക, എല്ലാ സ്ഥലങ്ങളിലും ആണ്. നമ്മളിപ്പോൾ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യയുടെ നിൽപ്പ്. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ ചൈന ശ്രമിച്ചുകൂടായികയില്ല എന്നുള്ളത് ഒരു ജനറൽ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചൗവൻലായിയുടെ ഈ ഇന്ത്യ സന്ദർശനം എന്ന് പറയുന്നത് 60കളുടെ തൊട്ട് മുമ്പ് നടന്ന ചൗവൻലായിയുടെ ഇന്ത്യ സന്ദർശനം എന്ന് പറയുന്നത് വലിയ സംഭവമായിരുന്നു ഇന്ത്യയിൽ. കെന്നഡിയുടെ ഇന്ത്യ സന്ദർശനം, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത്, അത് കഴിഞ്ഞ് ചൗവൻലായിയുടെ ഇന്ത്യ സന്ദർശനം, കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സന്ദർശനം, ഇതൊക്കെ വലിയ സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ചീന ബായ് ബായ് എന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ ഇവിടെ മുഴുവനും അലയടിച്ചു. അപ്പോൾ പൊതുവെ അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രി വി കെ കൃഷ്ണമേനോനായിരുന്നു. അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. അപ്പോൾ പൊതുവെ ചൈനയുടെ ആഭിമുഖ്യം, നമ്മുടെ വിദേശ നയത്തിൽ ചൈനയോട്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോടുമൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് നടന്ന് ഈ സ്വീകരണം മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞ് ചൗവൻലായ് ചെയ്ത ആദ്യ കാര്യങ്ങളിലൊന്നാണ് ഇന്ത്യയെ ഏകപക്ഷീയമായി ഇന്ത്യക്കെതിരായി ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തിലൂടെ അന്ന് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ തീർത്തും ദുർബലമായിരുന്നു. ഇന്ത്യക്ക് തിരിച്ചടിക്കാനേ കഴിഞ്ഞില്ല. 14,000 ചതുരശ്ര മൈൽ സ്ഥലമാണ് ഇന്ത്യയുടേത്. ചൈനയുടെ ഇപ്പോഴും ചൈനയുടെ കസ്റ്റഡിയിൽ. ആക്സൈറ്റിൻ അതാണ് ഇപ്പോഴ്, അന്നാണ് പ്രഖ്യാതമായി EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രസ്താവന ഉണ്ടായത്. ഇന്ത്യയുടേതൊന്നും ചൈനയുടേതൊന്നും പറയുന്ന രണ്ട് പാർട്ടിയുമായി ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു അത് ഇന്ത്യക്ക് മറക്കാനാവാത്തൊരു സത്യത്തിൽ ഒരു ചതിയായിപ്പോയത്. കാരണം ഈ നെഹ്റുവിൻ്റെ ഹാർട്ട് അറ്റാക്കിനും അദ്ദേഹത്തിൻ്റെ മരണത്തിനും വരെ കാരണമായത് ചൈനയുടെ ആക്രമണമാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടായതും അതിനുശേഷം അദ്ദേഹം 64-ൽ അദ്ദേഹം മരിക്കുകയും ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ടാണ് ഈ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ പാകിസ്ഥാനുമായിട്ട് ഈ ചൈന പുലർത്തുന്ന ഒരു വലിയ അടുപ്പമുണ്ടല്ലോ, അത് ശത്രുക്കളുടെ എന്നുള്ള നിലയിലാണ്, ഇന്ത്യയുടെ ശത്രു എന്ന നിലയിൽ കൂടിയാണ്. പക്ഷേ അവൾ പാകിസ്ഥാനെ എന്നും ഇന്ത്യയുടെ ശത്രുവായി നിലനിർത്തിയിരിക്കണമെന്നൊരു താല്പര്യം ചൈനയ്ക്കുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമല്ലോ. ഇപ്പം പിന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ സിലോണായാലും നേപ്പാളായാലും ഭൂട്ടാനായാലും ഈ രാജ്യങ്ങളൊക്കെ ചൈനയോട് അടുക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ പുതിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞ് ലോകം പറയുന്നത് ഇപ്പോൾ ഈ ചൈന മുതലാളിത്ത പാതയിലാണെന്നാണല്ലോ. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ, ചൈന ഒരു വിപണിയാണ്. അതേ അവസരത്തിൽ ചൈനയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഒരു വിപണിയാണ് ലോകം മുഴുവൻ. ചൈനീസ് സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് അവിടെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ
ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനം ഉണ്ടല്ലോ, എതിർക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമുള്ളത്. ഇന്ത്യയെ പോലൊന്നും ഇന്ത്യക്കാർക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയത്തില്ലല്ലോ അങ്ങനെ. കാരണം ഇവിടെ 100,000 സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ എത്ര പറയുന്നത്, ഇത്രയും സംസ്ഥാനങ്ങളും ഇത്രയും ഭാഷയുമുള്ള ഒരു രാജ്യമില്ല. ഇവിടെ ഒരു എന്താ പറയുന്നത്, ഒരു വിഘടനവാദമൊക്കെ ഉണ്ടാകാൻ എളുപ്പമാണ്, അവിടെ അതൊന്നും പറ്റത്തില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിപണിയാണ് ലോകം. പിന്നെ ചൈന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. അപ്പോൾ ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഒരു വിപണി കൂടിയാണ്. അപ്പോൾ ഈ ചൈനയ്ക്ക് എന്താ പറയുക, ഈ താല്പര്യങ്ങളെല്ലാം ചൈനയുടേതായിട്ട് ഉണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഇന്ത്യ ചൈനയോട് മത്സരിക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമാണെന്ന് ചൈനയ്ക്ക് കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിനപ്പുറത്തേക്ക് കയറി പോകുന്നൊരു തോന്നലും അവർക്കുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ സംവിധാനത്തിൽ ശരിയാണ്, എന്നും പഴയ സോവിയറ്റ് യൂണിയനുമായിട്ടായിരുന്നു ഇന്ത്യയുടെ സൗഹൃദം. സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. എന്ന ലോകകാലങ്ങളിൽ മുഴുവൻ രാജ്യങ്ങളും 80 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോ മറ്റോ ആണ് ചേർന്ന് യോഗം നടത്തി ഒരു തീരുമാനം എടുത്തതിൽ വിട്ടാണല്ലോ ചൈനയുടേതായ ഒരു തീരുമാനം എടുക്കുകയും ചൈന സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് രംഗത്ത് ഒറ്റപ്പെടുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്ത്. അത് കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി, സോവിയറ്റ് യൂണിയൻ തന്നെ ചിഹ്നഭിന്നമായി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞതോടുകൂടിയാണ് ചൈന സത്യത്തിൽ കൂടുതൽ മേൽക്കൈ നേടി തുടങ്ങിയത് എന്നും വേണമെങ്കിൽ പറയാൻ പറ്റും. നൂറുകളിൽ ഈ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടു കൂടിയാണ് ചൈന ഇങ്ങനെ വന്നത്. അപ്പോൾ ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്ത് എന്ന നിലയിലുള്ള ആ സ്ഥാനം നഷ്ടപ്പെട്ടു. റഷ്യ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. മറ്റ് രാജ്യങ്ങളൊക്കെ ഓരോ സ്വതന്ത്ര രാജ്യങ്ങളായതുകൊണ്ടാണ് സ്വതന്ത്ര തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ചൈന ശ്രമിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചൈനയെ നമ്പാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രംപിൻ്റെ ഈ ഭ്രാന്തൻ നടപടി മൂലം എന്താണ് വ്യാപാര ചുമത്തെ അവർ തിരിച്ചടിച്ചിട്ടുണ്ട്, സത്യമാണ്. ചൈനക്ക് ഒരു കൃത്യമായ നിലപാടെടുത്തു, അത് നമ്മൾ സമ്മതിച്ച് പറ്റത്തുള്ളൂ. ട്രംപ് ചൈനയുമായിട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ ഏതർത്ഥത്തിലും വരിഞ്ഞു മുറുക്കാനുള്ള ഒരു ശ്രമം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ചൈനയുമായും പാകിസ്ഥാനുമായും അടുക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ്. എന്ന് പറഞ്ഞാൽ ചൈനയുടെ അടുത്തോട്ട് കളി നടക്കത്തില്ല എന്ന് ട്രംപിന് മനസ്സിലായതുകൊണ്ട് ട്രംപ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്ന സമീപനം നമ്മൾ കണ്ടല്ലോ. ചൈനയുമായി വ്യാപാര കരാർ ഒപ്പുവെക്കാൻ പോകാമെന്നാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചുങ്കം കുറച്ചിരിക്കുന്നു, 3 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു. 3 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. അപ്പോൾ ചൈനയെ സൗഹൃദത്തിലെടുക്കാൻ ശ്രമിക്കുന്നു, പാകിസ്ഥാനെ സൗഹൃദത്തിലെടുക്കാൻ ട്രംപ് ശ്രമിക്കുന്നു. ഇത് രണ്ടും ഇന്ത്യയുടെ ശത്രുക്കളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള ഒരവസരം എന്ന നിലയിൽ ചൈന നടത്തിക്കൂടുന്നില്ല. ചൈനയുടെ സ്ഥാപിതമായ ഇതുവരെയുള്ള ചൈനയുടെ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നത് ചൈനയുമായി സൗഹൃദ ബന്ധം പുലർത്താനുള്ള ശ്രമം ഇന്ത്യ തുടരണമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് മോഡിയെ ക്ഷണിച്ചിരിക്കുന്നു, മോഡി അവിടെ പോകുന്നു. അപ്പോൾ ആ ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ എന്തായാലും അതിനെ ശ്രമിക്കത്തുള്ളൂ. ചൈന ഇപ്പോൾ അതൊരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ചൈന ഈ യുദ്ധത്തിൽ, വ്യാപാര യുദ്ധത്തിൽ, ഇന്ത്യക്കെതിരെ ചുമത്തിയ വ്യാപാര യുദ്ധത്തിലെ ഈ ചുങ്കത്തിനെതിരെ ചൈന പ്രതികരിച്ചിട്ടുമുണ്ട്. ഇന്ത്യക്കാണ് സപ്പോർട്ടെന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതൊരു തന്ത്രപരമായ സമീപനമാണ്. പക്ഷേ നമുക്ക് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചൈനയെ 100% വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് തന്നെയാണ് വസ്തുത. കാരണം ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങളും ഉണ്ട്. പാകിസ്ഥാനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു, മറ്റ് നമ്മുടെ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ, ചൈനയുടേതെന്ന് കരുതുന്ന അരുണാചൽ പ്രദേശ് അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങൾ, അവകാശവാദം, ഇതൊക്കെ നമ്മളെ എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല പക്ഷേ ഇപ്പോൾ നമ്മൾ അവരുമായിട്ടൊരു സൗഹൃദത്തിൽ ഏർപ്പെടുകയും ഈ അതിർത്തി സംഘർഷങ്ങൾ അതുകൂടി ലഘൂകരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ചൈന അവരുടെ ഈ വാദഗതിയിൽ നിന്ന് പിന്നോക്കം പോകും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മൾ നന്നായി ചിന്തിക്കുകയാണല്ലോ എപ്പോഴും നല്ലത്. അത് തന്നെയല്ല, എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയും ചൈനയും ചേർന്ന ഒരു സഖ്യം ലോകത്തെ ഏറ്റവും വലിയ സഖ്യമായിരിക്കും. ഒന്നാമത് ലോക ജനസംഖ്യയുടെ പകുതിയിലൊക്കെ കൂടുതൽ ഈ 2 രാജ്യങ്ങളിലും കൂടിയുണ്ട്. ഇവിടെ ഒരു പരസ്പര സഹകരണം കൃത്യമായി വ്യാപാരത്തിലടക്കം രൂപപ്പെടുത്തിയെടുത്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ 2 രാജ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ത്യ ഒരു യുദ്ധവും നടത്തിയിട്ടില്ല എന്നുള്ളതാണല്ലോ സത്യം. അങ്ങോട്ട് ഒരു ആക്രമണവും ഒരു രാജ്യത്തിനെതിരായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ചൈന തന്നെ ഇന്ത്യ ഏകപക്ഷീയമായി ആക്രമിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് അറയ്ക്കുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതൊരു വലിയ പരിധി വരെ ശരിയാണ്. അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ വീണ അനുഭവം കൃത്യമായിട്ട് ഉള്ളതുകൊണ്ട് ആർക്കും, ഇന്ത്യക്കാർക്ക് എപ്പോഴും ഇന്ത്യയുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. പിന്നെ പലപ്പോഴും ചൈനയുടെ പ്രകോപനപരമായ പ്രവൃത്തികൾ ഇപ്പോൾ അതിർത്തിയിൽ കൂട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടിബറ്റിലേക്കുള്ള റോഡ്, റെയിൽപാളം, പിന്നെ പാകിസ്ഥാനിലേക്ക് നിർമ്മിക്കുന്ന ഇടനാഴി, ഇതെല്ലാം ഇന്ത്യക്ക് ഭീഷണിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ലോകക്രമങ്ങൾ മാറി മറിയാമല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലല്ലോ. ഇപ്പോൾ തന്നെ ട്രംപിൻ്റെ ഈ അമേരിക്കയിലുമൊക്കെ ഭ്രാന്തൻ നേതാക്കൾ ഇതുപോലെ ഉണ്ടാകുമ്പോൾ, മറ്റു രാജ്യങ്ങളുണ്ടാകുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും
യോജിക്കാനുള്ള സാധ്യതകളുണ്ട്. ഉം. അതൊട്ടും ഒരു കരുതലോടുകൂടി അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാറുള്ളൂ. ഒരു കരുതലോടുകൂടി ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാറുള്ളൂ.